നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയും പ്രതിപക്ഷത്തേക്ക് ഒതുങ്ങിയ CPMന്റെ ചെങ്കോട്ടയിൽ നിന്ന് ഇപ്പോൾ ഉയരുന്നത് അടിയൊഴുക്കുകളുടെയും കലാപക്കൊടിയുടെയും ആരവങ്ങളാണ്. ഭരണം നഷ്ടപ്പെട്ടതോടെ വർഷങ്ങളായി പിണറായി വിജയന്റെ നിഴലിൽ നിശബ്ദരായിരുന്നവർ പതിയെ പതിയെ പല്ലും നഖവും പുറത്തെടുത്ത് രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് AKG സെന്ററിലും നിയമസഭയുടെ ഇടനാഴികളിലും കാണാൻ സാധിക്കുന്നത്. അതൊരു സാധാരണ വിമർശനമല്ല. സാക്ഷാൽ ക്യാപ്റ്റന്റെ ഏകാധിപത്യത്തിന് അന്ത്യം കുറിക്കാനുള്ള പുതിയ തിരക്കഥ തന്നെയാണത്രേ അരങ്ങേറുന്നത്. ഈ പുതിയ രാഷ്ട്രീയ ത്രില്ലർ ഒരുക്കുന്നത് മറ്റാരുമല്ല, പാർട്ടിയിലെ മുതിർന്ന ബുദ്ധിജീവിയും സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന MA ബേബിയാണെന്നത് ഔദ്യോഗിക പക്ഷത്തെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ്. VD സതീശൻ നയിച്ച UDF തരംഗം പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളക്കിയെന്നാണ് പൊതുവെയുള്ള സംസാരം. പുതിയ നേതൃത്വത്തിനായി ഒരു ആക്ഷൻ പ്ലാനുമായാണ് തിരുത്തൽവാദികൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഭരണം പോയതോടെ പാർട്ടിയെ രക്ഷിച്ചെടുക്കാൻ പുതിയ ആക്ഷൻ പ്ലാനുമായാണ് ഇത്തരത്തിൽ ഇവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിന് ചുക്കാൻ പിടിക്കാൻ ജനകീയരായ P രാജീവ്, M സ്വരാജ്, KN ബാലഗോപാൽ എന്നിവരാണ് മുൻനിരയിൽ ഉള്ളത്. എന്നാൽ പിണറായിയെ ശരിക്കും ഭയപ്പെടുത്തുന്നത് ഇവർക്ക് പിന്നിൽ അണിനിരന്നിരിക്കുന്ന വമ്പൻ സ്രാവുകളെയാണ്. EP ജയരാജൻ, P ജയരാജൻ, PK ശ്രീമതി തുടങ്ങി കണ്ണൂരിൽ പിണറായിയുമായി ഇടഞ്ഞു നിൽക്കുന്ന വലിയൊരു നിര തന്നെ ഈ പുതുച്ചേരിക്കൊപ്പമുണ്ട്. പുത്തലത്ത് ദിനേശനെ പോലുള്ള ശക്തരായ നേതാക്കളും ഈ കൂട്ടുകെട്ടിനൊപ്പമാണ് ഉള്ളത്. ഔദ്യോഗിക പക്ഷത്തിന്റെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ് ഇത്. ഭരണം നഷ്ടപ്പെട്ട പശ്ചാത്തലത്തിൽ പാർട്ടിയിൽ അടിമുടി അഴിച്ചുപണി വേണമെന്നും ഇതിനായി പ്രത്യേക പ്ലീനം വിളിക്കണമെന്നുമായിരുന്നു ഈ വിമത വിഭാഗത്തിന്റെ ആദ്യ ആവശ്യം. എന്നാൽ പ്ലീനം നടന്നാൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നുപോലും തെറിക്കുമെന്ന് ഉറപ്പുള്ള പിണറായി തന്ത്രപരമായി അതിനെ വിപുലീകൃത സംസ്ഥാന സമിതിയിലേക്ക് ചുരുക്കുകയായിരുന്നു. തോൽവിക്ക് കാരണമായ പല ഘടകങ്ങളും ഇപ്പോൾ ഓരോന്നായി പുറത്തു വരികയാണ്. തളിപ്പറമ്പിൽ കീഴ്ഘടകങ്ങളെ അപ്പാടെ അവഗണിച്ച് MV ഗോവിന്ദൻ സ്വന്തം ഭാര്യ PK ശ്യാമളയ്ക്ക് സീറ്റ് നൽകിയത് പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറിക്കാണ് വഴിവെച്ചത്. ഈ തീരുമാനം പാളിപ്പോയെന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി തുറന്നടിക്കുകയും സംസ്ഥാന നേതൃത്വം അത് ശരിവയ്ക്കുകയും ചെയ്തതോടെ ഗോവിന്ദൻ ശരിക്കും വെട്ടിലായി. ഇതിന് പിന്നാലെയാണ് MV ഗോവിന്ദനെതിരായ ഉൾപാർട്ടി വിമർശനങ്ങൾക്ക് MA ബേബി നേരിട്ട് കുടപിടിച്ചത്. മലപ്പുറത്തെ EMS സെമിനാറിലും സമാനമായ നാടകങ്ങളൊക്കെ അരങ്ങേറി. തോൽവിയിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തലുകൾ ജനറൽ സെക്രട്ടറി തുറന്നു പറഞ്ഞപ്പോൾ പിണറായിയും ഗോവിന്ദനും അത് അപ്പാടെ തള്ളിക്കളഞ്ഞു. വ്യക്തിപരമായ വീഴ്ചകളില്ലെന്നും സംഘടനാപരമായ പ്രശ്നങ്ങൾ മാത്രമാണെന്നുമുള്ള ഇവരുടെ ന്യായീകരണം അണികൾക്കിടയിൽ കടുത്ത രോഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭരണം നഷ്ടപ്പെട്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും നിയമസഭയ്ക്കുള്ളിൽ പിണറായി വിജയനും മുൻ ധനമന്ത്രി KN ബാലഗോപാലും തമ്മിലുണ്ടായ തുറന്ന പോര് CPMന്റെ ചരിത്രത്തിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്തതാണ്. സഭയിൽ പ്രതിപക്ഷ നേതാവായ പിണറായിയുടെ നിലപാടുകളെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇനിയൊരു വിട്ടുവീഴ്ചയ്ക്കും ക്യാപ്റ്റനില്ലെന്ന് ഈ പുതുച്ചേരി സഭയിൽ തെളിയിച്ചു. പിണറായിയുടെ വെറും സ്തുതിപാഠകരായി ഇനി പാർട്ടിയിലെ യുവനേതാക്കൾ നിൽക്കില്ല എന്ന വ്യക്തമായ പ്രഖ്യാപനമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി ഭരണപക്ഷത്തിരിക്കേണ്ട ഇടതുമുന്നണിയിൽ ഇപ്പോൾ കനത്ത പുകച്ചിലും തർക്കവുമാണ്. എന്തായാലും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഏകപക്ഷീയ നിലപാടുകൾക്കെതിരെ കട്ടക്കലിപ്പിലാണ് CPI പറഞ്ഞത് സൗകര്യപൂർവ്വം കേട്ടിരുന്നുവെങ്കിൽ ഇടതുപക്ഷത്തിന് തെരഞ്ഞെടുപ്പിൽ ഈ ഗതി വരില്ലായിരുന്നു എന്ന കടുത്ത പ്രയോഗവുമായി CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ ഇപ്പോൾ പരസ്യമായി രംഗത്തെത്തിയതും പിണറായിയെ ഞെട്ടിച്ചിട്ടുണ്ട്.